ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള പോക്കും ഉച്ച തിരിഞ്ഞിട്ടുള്ള പോക്കും ഒത്തിരി റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ 9 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഷാർപ്പിന് തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. വേറെ എവിടെയും കയറിയില്ല, നേരെ അങ്ങോട്ടേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബോഗൻവില്ലയുടെ സീസണല്ലേ, എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. പക്ഷെ വാങ്ങിക്കൊണ്ടുപോകാൻ ഒരു രക്ഷയില്ല കേട്ടോ, കാരണം ഇനി ഇത് വെക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല. ഇക്കൊല്ലം വാങ്ങി വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഇനി നമ്മുടെ മോൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വാങ്ങി വെക്കാം. അവിടെ ഇരിക്കുമ്പോഴാണല്ലോ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടി അശന്മാർ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെയിലാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വിലയൊക്കെ അത്യാവശ്യം ഉണ്ട്, എങ്കിലും നമുക്കിനി അടുത്ത വർഷം എന്തായാലും വാങ്ങണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഷോപ്പിങ്ങിന് നിങ്ങൾ കയറിയിട്ടുള്ളത്. രാവിലെ തന്നെ അമ്മയാണ് കേട്ടോ ഇന്ന് ലിസ്റ്റൊക്കെ തയ്യാറാക്കി തന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ ലിസ്റ്റൊക്കെ എഴുതി വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മറക്കും. അതുകൊണ്ട് അമ്മ തന്നെ ഇരുന്നിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ പെറക്കി എടുത്താൽ മതി കേട്ടോ. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ആയിട്ടുള്ള പണി അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നേക്ക് മാറ്റി വെക്കുന്ന ഞാൻ ഷോപ്പിങ്ങിന് വരാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാന്നുള്ളത്. അതുകൊണ്ട് ഇതിന് മാത്രം ഒരു മുടക്കമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ വരും. എല്ലാ മാസത്തെയും പോലെ അല്ല കേട്ടോ, ഈ വട്ടത്തെ ഷോപ്പിംഗ് അത്യാവശ്യം ഹൂജാണ്. കാരണം വീട്ടിലെ സകല സാധനങ്ങളും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ വട്ടം ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത്. കാരണം ടിന്നോളൊക്കെ ക്ലീനാക്കി സെറ്റാക്കിയതിന് ശേഷം സാധനങ്ങൾ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ് കൊടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് ഒരുമിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ ഇന്ന് വാങ്ങാനുണ്ട് കേട്ടോ. സാധാരണ എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. നമ്മൾ പരിപ്പ്, പയർ, കടല അങ്ങനെ അത്യാവശ്യം കിട്ടുന്ന ഉറപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ റേഷൻ കടയിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ സാധനങ്ങൾ, അവിടെ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷേ മാവേലി സ്റ്റോറിൽ ഓൾറെഡി സാധനങ്ങളൊന്നും തന്നെ ഇല്ല. കെ സ്റ്റോറിലാണെങ്കിൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ എപ്പോഴാണ് വരാമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം വീട്ടിലൊരു സാധനം ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വാങ്ങാം. എല്ലാ മാസവും ഇങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ് പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസാണ് നമുക്ക് മിക്കപ്പോഴും ആവശ്യമായിട്ട് വരിക. അല്ലെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. പരിപ്പ്, പയർ, കടലൊന്നും അധികം വീട്ടിൽ ചിലവാവില്ല. അതുകൊണ്ട് കടല 1 കിലോ എടുക്കും. കടല എനിക്ക് ജീവനാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് 1 കിലോ എടുക്കും. പിന്നെ പരിപ്പ് 1 കിലോ എടുക്കും കേട്ടോ. പരിപ്പ് നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ, അതും മിക്കപ്പോഴും ഉണ്ടാവും. ബാക്കിയൊക്കെ 1/2 കിലോ വീതമാണ് കേട്ടോ എടുക്കൽ. പിന്നെ ഓണത്തിന് മല്ലി മുളകൊക്കെ പൊടിപ്പിച്ചതാണ്, അതൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കൂട്ടി പൊടിപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് അതും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങാനുള്ളത്, അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അമ്മ ലിസ്റ്റൊക്കെ എഴുതി തരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ച് പ്ലാസ്റ്റിക് ടിന്നുകൾ വാങ്ങണമെന്ന്. കാരണം നമുക്ക് മിക്സർ, കൊക്കുട അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് വെക്കാനായിട്ട് ടിന്നില്ല കേട്ടോ. നമ്മൾ റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് നേരെ നമ്മുടെ ബക്കറ്റിലാണ് ഇറക്കി വെക്കാറുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തണുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വില കേട്ടോ. ഒരു ടിന്നിന് നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീഷോ ദേവനെ പിടിക്കാം. കാരണം മീഷോന് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവിന് കിട്ടുമല്ലോ. അപ്പോൾ മീഷോനെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സമയം പോവാത്ത പ്രശ്നമാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന വഴി അറിയില്ല കേട്ടോ. ഇപ്പം തന്നെ സമയം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല നേരമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നും കൂടി സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വിശന്നിട്ട് പാടില്ല. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ രാവിലെ തന്നെ ഇവിടെ കയറി ചായ കുടിക്കുന്നത് ഇത്തിരി മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേഗം സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോവാം കേട്ടോ. പലചരക്ക് വാങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് പോവാം കേട്ടോ. ഇവിടെ ഉള്ള പച്ചക്കറികൾ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ എപ്പോഴും. പക്ഷേ എനിക്ക് അധികം ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങുന്നത് ഇഷ്ടമല്ല. എനിക്ക് ആദം സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയാലുള്ളൊരു നേടമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് എടുത്താൽ മതി, അവർ ബില്ലടിച്ച് തരും. അവിടെ ആകുമ്പോൾ നമ്മൾ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ ആയിട്ട് വാങ്ങണം, അത്രേ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇവിടെ പച്ചക്കറിക്ക് റേറ്റ് കൂടുതലും ആയിരിക്കും കേട്ടോ, അവിടെ കുറവായിരിക്കും. എങ്ങനെ പോയാലും ഒരു 2-3 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അധികം ഇഷ്ടമല്ല. പക്ഷേ നമുക്കിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് അവിടെ പോകുന്നത് എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ഫ്രഷുമാണ് കേട്ടോ, അപ്പോൾ വാങ്ങാം. പിന്നെ ഇന്ന് ഇവിടുത്തെ ഓഫർ ഡേയും കൂടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി കുറവുണ്ടാവും, എങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എങ്കിലും അവരുടെ ഒരു ഓഫറും നമ്മുടെ ഒരു സമാധാനമൊന്നും പറഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. പച്ചക്കറി വാങ്ങുന്ന കൂട്ടത്തിൽ കോവയ്ക്ക് കണ്ടപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അവിടെ ഉണ്ട് വയലറ്റ് കളർ ക്യാബേജ് ഇരിക്കുന്നത്. ഇത് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ചെറുതില്ലാത്തതുകൊണ്ട് എടുത്തില്ല. കാരണം ഒക്കെ ഇരിക്കുന്നത് വലുതാണ് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ്
വേപ്പില ഉണ്ടായിരുന്നു, അതെടുത്തു കേട്ടോ. നല്ല മണമുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടെയോ നാടൻ വേപ്പ് ഒടിഞ്ഞ് വീണിട്ട് അവർ കൊണ്ടുവന്നതാണെന്ന്. നല്ല മണമുണ്ട് കേട്ടോ. കാരണം സാധാരണ ഈ പുറത്തുനിന്ന് വരുന്ന വേപ്പിലേക്കൊന്നും അത്രയും മണം ഉണ്ടാവില്ല, നാടൻ വേപ്പിനായിരിക്കും കേട്ടോ നല്ല മണം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലും എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് നടാനാണ് കേട്ടോ. എൻ്റെ പുതിനയില മൊത്തം പോയി, അപ്പോൾ കുറച്ച് വാങ്ങി നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരി ഐറ്റംസ് ഒന്നും തന്നെ മുറിച്ച് വാങ്ങില്ല കേട്ടോ. അവിടെ ചെറുതുണ്ടെങ്കിൽ ചെറുത് ഫുള്ളായിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ല് ചെയ്തതിന് ശേഷം നേരെ ചിപ്സിൻ്റെ അവിടേക്ക് വന്നു. കാരണം ചിപ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, ചായക്കൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ഐറ്റംസും നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. അതിന് ശേഷം നേരെ നമ്മൾ വന്ന് ബിൽ സെക്ഷനിലേക്ക് വന്ന് ബില്ലടിക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് വേഗം ബില്ലടിക്കാൻ പറ്റി. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ, വീട്ടിൽ എന്താ മോളെ വല്ല വിശേഷമുണ്ടോ ഇത്രയധികം സാധനങ്ങൾ വാങ്ങുന്നതെന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് വന്ന സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ ഉണ്ണി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിന് നമുക്ക് മുകളിലോട്ട് പോകണം കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് കീ ചെയിൻസും പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് നോക്കാൻ വന്നതാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞതാണ് ഉണ്ണിക്ക് കീ ചെയിൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതേ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കേട്ടോ. പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞ് പോയില്ല, ഇനി ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ, ഇനി വല്ല ഫംഗ്ഷനൊക്കെ വരണം. പിന്നെ നമ്മളിവിടെ നിന്ന് ഒരു ക്ലോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഒരു ക്ലോക്ക് വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും മറന്നു പോകും കേട്ടോ. അപ്പോൾ ഒരു ക്ലോക്കും കൈയോടെ വാങ്ങിയിട്ടുണ്ട്. കാരണം അടുക്കളയിൽ ക്ലോക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ അവിടെ നിന്ന് കീ ചെയിനും ക്ലോക്കൊക്കെ വാങ്ങി ബില്ലും അടിച്ച് നമ്മൾ നേരെ ജെകെയിലേക്ക് വന്നു കേട്ടോ. നമുക്ക് കുഞ്ഞാണി കുറച്ച് വാങ്ങാനുണ്ട്. കുഞ്ഞാണി പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ 2-3 സാധനങ്ങളും ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എന്തോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങി ഇറങ്ങി. ഇനി നമുക്ക് മീൻ എന്തെങ്കിലും വാങ്ങാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുടുത മാത്രമാണ് വീട്ടിൽ വാങ്ങുന്നത്. അതുകൊണ്ട് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടുത വാങ്ങേണ്ട, വേറെ എന്തെങ്കിലും മീൻ വാങ്ങിയാൽ മതിയെന്ന്. എനിക്ക് കുടുത എന്തോരം നിന്നാലും മടക്കൂല കേട്ടോ. പക്ഷെ അച്ഛനും അടുത്തതുകൊണ്ട് നമ്മൾ കുടുത വാങ്ങിയില്ല, നേരെ കോര വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ബ്ലൂഡൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ കയറി ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നു. ഉണ്ണി നേരെ സാധനങ്ങളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അതും കൊണ്ട് നടക്കൽ എളുപ്പമല്ലല്ലോ, അതുകൊണ്ട് അതവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെ കുഴപ്പമില്ല കേട്ടോ, അവിടെ ഇരുന്നോളും. പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് ചലിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.